എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായ അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ ദിമിത്രിയോസ് ലാമന്തക്കോസും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഓൺലൈൻ വരെ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായ നിഖിലും ഉൾപ്പെടെയുള്ളവർ ഒരു സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ കരാർ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുമുള്ള ചർച്ച നടത്താനാണ് ഒരു സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്നലെ രാത്രിയോടെ തന്നെ വാർത്ത പുറത്തേക്ക് വന്നതാണ്. എന്നാൽ കൂടുതൽ വ്യക്തത വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നു കഴിഞ്ഞു. അതിൽ ഇനി ദിമിത്രിയോസ് ലാമന്തക്കോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ? ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ അതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻഗിസ് തന്നെ ഇതിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇന്നത്തെ സൂം മീറ്റിങ്ങിന് ശേഷം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഡിമി ഞങ്ങളോടൊപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കരാർ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സീസൺ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് വിശ്രമിക്കാൻ ഇത്തിരി സമയം വേണം. അത് ബ്ലാസ്റ്റേഴ്സ് എനിക്ക് തരണം. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് കരാർ വർദ്ധിപ്പിക്കുന്നതുമായുള്ള ചർച്ച നടത്താൻ ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ വിശ്രമിക്കാനുള്ള ഒരു സമയം ബ്ലാസ്റ്റേഴ്സ് തരണം. അതുപോലെ അതിനുശേഷം നമുക്ക് കരാർ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ ഞാൻ തയ്യാറാണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ദിമിത്രിയോസ് ലാമന്തക്കോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദിമി ടീം വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകൾ തന്നെയാണ്. കാരണം അദ്ദേഹം ഇതുവരെ തീരുമാനം പോലും എടുത്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ഇനി തുടരുമോ തുടരില്ല എന്നുള്ളതൊക്കെ ഒരു കാര്യത്തിനായി. എന്തായാലും അദ്ദേഹം വിശ്രമം കഴിഞ്ഞ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻഗിസ് വ്യക്തമാക്കിയിരിക്കുന്നത്.